അവിടേക്കാണ് കേരളത്തിലെ നേതാക്കൾ എത്തിക്കൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും അവിടേക്ക് വന്നു. വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പെന്നോണം രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും മുഖം ചിന്താധീനമായിരുന്നെങ്കിലും ഇരുവരുടെയും മുഖത്ത് പ്രസന്നഭാവം അലതല്ലുന്നുണ്ടായിരുന്നു. അവിടെ കൂടിയ കേരളത്തിലെ തലമുതിർന്ന നേതാക്കളിലുമുണ്ടായിരുന്നു ആ പ്രസന്നഭാവം. കാരണം ചരിത്രപ്രധാനമായ ഒരു സംഗമത്തിൻ്റെ ഭാഗമാകാൻ എത്തിയതായിരുന്നു അവർ. മല്ലികാർജുൻ ഖാർഗെയും ദീപാദാസ് മുൻസിയും കെ.സി. വേണുഗോപാലടക്കമുള്ള ദേശീയ നേതാക്കൾ അവിടെ സന്നിഹിതരായ ഒരു സായാഹ്നമായിരുന്നു. കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ തുടങ്ങി 40ഓളം നേതാക്കൾ അവിടെ ഒത്തുകൂടിയിരുന്നു. കേരളത്തിൽ മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിച്ച വിവാദങ്ങളുടെ നടുക്കടലിൽ നിൽക്കുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി അതിനിർണായകമായ ഈ കോൺഫറൻസ് ഡൽഹിയിൽ വിളിച്ചു ചേർത്തത്. എ.ഐ.സി.സിയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ അക്ഷരാർത്ഥത്തിൽ അഭിമാനപൂരിതമായിരുന്നു ഇന്നലെ വെള്ളിയാഴ്ച.